വളർന്നു വലുതാവുന്ന കോട്ടയം പട്ടണത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണിത്. MC റോഡിൽ SH മൗണ്ട് എന്ന സ്ഥലം, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം. ഇവിടെ MC റോഡിൽ വഴിയോര കച്ചവടക്കാർ കയ്യേറിയിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി ആരാണ്? കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂർ പോകുന്ന വഴിക്ക് SH മൗണ്ട് അല്ലെങ്കിൽ ചൂട്ടുവേലി ചവിട്ടുവേലി ഏരിയയിൽ വളരെ തിരക്കുള്ള സ്ഥലമാണ്. അവിടെ കണ്ട ചില കാഴ്ചകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എല്ലായിടത്തും ട്രാഫിക് ബ്ലോക്ക്, രാവിലെയും വൈകിട്ടും. കച്ചവടക്കാരെല്ലാം റോഡ് കയ്യേറിയിരിക്കുകയാണ്, എല്ലാ തരത്തിലുള്ള കച്ചവടക്കാരും. പക്ഷേ ഇതുമായിട്ട് ഈ നാട്ടുകാരങ്ങ് താതാത്മ്യം പ്രാപിച്ചു പോയി. അവർക്കാർക്ക് യാതൊരു പരാതിയില്ല. ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ഇതൊക്കെ ഞങ്ങൾ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും ഒന്നും ചെയ്യുന്നില്ല. ഈ നേതാക്കന്മാരോട് ചോദിച്ചപ്പോഴോ, ഞാൻ നേതാവെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും കൂട്ടിയാന്ന് കഴിപ്പിച്ചു. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളിത് മുനിസിപ്പൽ ഓഫീസിലൊക്കെ ഞങ്ങളുടെ മീറ്റിങ്ങിലൊക്കെ ഒരുപാട് തവണ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ഒന്നും നടക്കുന്നില്ലെന്നാണ്. ഇനി ഇത് ആരും നടപ്പിലാക്കണം. എൻ്റെ കൂടി ഗ്രാമമായ പെരുമ്പായിക്കാടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ 2 ലൈനായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഒരെണ്ണം റോഡിൻ്റെ സൈഡിൽ, മറ്റൊരു ലൈനാണ്ട് റോഡിലേക്ക് കയറ്റി ടാറിട്ട ഭാഗത്ത് തന്നെ. ഇതുവഴി ബസ്സും കാറുകളും പോകേണ്ട വഴിയല്ലേ. ഇവിടെ കണ്ടോ, ഒരു തട്ടുകടക്കാരൻ, ഒരു വഴിയോര കച്ചവടക്കാരൻ, അവിടെ നോ പാർക്കിംഗ് ബോർഡൊക്കെ മറ്റാരോ വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് ഇയാളുടെ ഷെഡ് ഇറക്കി കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് ധാരാളം 2 വീലറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. പലരും വന്ന് അവിടുന്ന് സ്നാക്സ്, കടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ആ കൂട്ടത്തിൽ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു, അവിടെ നിന്ന് 2 പീസ് കഴിക്കുന്നു. അങ്ങനെ ഒരു സായാഹ്നം ആസ്വദിക്കുകയാണ് എല്ലാവരും. ഇതെന്തോ സായാഹ്ന വിശ്രമ കേന്ദ്രം പോലെയാണ് ഈ MC റോഡ് ഇവരൊക്കെ ഉപയോഗിക്കുന്നത്. തിരിച്ച് ഞാൻ നടന്നപ്പോൾ ഈ കാർ ശ്രദ്ധിച്ചു. ഇതിനകത്തേക്ക് നോക്കിയപ്പോൾ ഇതിനകത്തൊരു വാഴക്കുല ഇരിക്കുന്നു. ബാക്കിലേക്ക് നോക്കിയപ്പോഴോ അതൊരു വർക്ക്ഷോപ്പ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു അടുക്കളയാണ്. അവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കച്ചവടക്കാരൻ്റെ തന്നെ വണ്ടിയാണ്, അത് അല്പം മാറ്റിയിട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, എത്ര 2 വീലറുകൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ആരാണ് അനുവദിച്ചു കൊടുക്കുന്നത്? ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി ആണ്. എന്തുമാത്രം വണ്ടി പോകുന്ന സ്ഥലമാണ്. ഇതുപോലെ ധാരാളം കച്ചവടക്കാരുണ്ട് ഈ റോഡിൽ. ഇത് അതൊന്നും മാത്രം. വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇനിയും ഇടും. അധികൃതർ ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ബെനിഫിഷ്യറീസ് ഉണ്ട് ഇവിടെ. അത് ആരൊക്കെയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. വൈകുന്നേരം വന്ന് പടി മേടിച്ചുകൊണ്ട് പോവുക, ഫ്രീ ആയിട്ട് ഓസിൽ പാഴ്സലൊക്കെ മേടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെ പലതും ഇവിടെ നടക്കുന്നുണ്ട്. കച്ചവടക്കാരന് സ്വൈര്യ വിഹാരം, അവനെ ആരും ഒന്നും ചെയ്യത്തില്ല. ഇത് ഓരോ പൊതി കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ വൈകിട്ട് കൊടുക്കേണ്ട പടി കൊടുത്താൽ പോരെ. ഇതൊക്കെ ഒന്ന് മാറ്റണ്ടേ? ഇതെന്താ ആരും ഒന്നും ശ്രദ്ധിക്കാത്തത്? പുതിയ മന്ത്രിസഭയൊക്കെ വന്നല്ലോ, പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്, എന്നിട്ടും ഒരു മാറ്റവും കാണുന്നില്ലല്ലോ.